വീണ്ടും വാർത്തകളിലേക്ക്. അറിവിന്റെ അക്ഷയഖനികൾ തുറന്ന ജീനിയസ് മെഗാ ഷോ അക്ഷരാർത്ഥത്തിൽ മതിലകം കൂളിമുട്ടത്തുകാരുടെ ആഘോഷമായി. അശ്വമേധം ഫെയിം GS പ്രദീപിന്റെ നേതൃത്വത്തിൽ നടന്ന മെഗാ ഷോ സംഘടിപ്പിച്ചത് നമ്മൾ കൂളിമുട്ടത്തുകാർ UAE പ്രവാസി കൂട്ടായ്മയാണ്. തട്ടുങ്ങൽ സ്കൂൾ മൈതാനിയിൽ തടിച്ചുകൂടിയ ആഭാലവൃന്ദം ജനങ്ങൾക്കും 6 ടീമുകളായി നിരന്ന മത്സരാർത്ഥികൾക്കും ഒരുപോലെ മധുരം പകരുന്നതായിരുന്നു വിജ്ഞാനോത്സവം. വല്ലാതെ ശബ്ദമുണ്ടാക്കി മഴ പെയ്ത ഒരു വർഷകാല രാത്രിയിൽ 1893 ജൂൺ മാസം 8-ാം തീയതിയാണ്. ഗാന്ധി ജനിച്ചതേ ഇന്ത്യയിലല്ല, പോർബന്തറിലും അല്ല. 1893 ജൂൺ 8-ന് ഗാന്ധിജി ജനിച്ചത് അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മേരീസ്ബർഗ് എന്നു പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയത് കൊണ്ട് ഒരു കറുത്ത വർഗക്കാരനെ വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകണം തന്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്നുകൂടി നമ്മൾ അറിയണം, വേണ്ടേ? പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ പരിപാടി മണിക്കൂറുകൾ നീണ്ടിട്ടും ആവേശം ചോരാതെയാണ് അവസാനിച്ചത്. അറിവിനൊപ്പം തിരിച്ചറിവും കൂടി പകർന്ന പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൂളിമുട്ടത്തുകാർ UAE പ്രസിഡന്റ് സഞ്ജയ് സജിത്ത് അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് VS രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK സഗീർ, ജസ്ന ഷമീർ, OS ഷെരീഫ, EK ബിജു, PM അരുൺലാൽ, പ്രിയ ഹരിലാൽ, സഞ്ജയ് ശാർക്കര, ലോക കേരള സഭാ മെമ്പർ EK സലാം, ഷമീർ ഹസൻ, മുരളി കിള്ളിക്കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. EK ജയൻ പാടൂർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. പ്യാരി ഉറുദു പദ്ധതിയുടെ ഉദ്ഘാടനം പെരിഞ്ഞനം RMVHS സ്കൂളിൽ നടന്നു. ഉറുദു ഭാഷയുടെ തനത് സംസ്കാരവും മാധുര്യവും സംഗീതാത്മകതയും ഭാഷ പഠിക്കുന്ന മുഴുവൻ കുട്ടികളിലേക്കും വിദ്യാലയത്തിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിലുള്ള പ്യാരി ഉറുദു ഭാഷാ പഠന പരിപോഷണ പദ്ധതി പെരിഞ്ഞനം RMVHS സ്കൂളിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. പദ്യം ചൊല്ലൽ, ഗസൽ ആലാപനം, നൃത്താവിഷ്കാരം, പ്രസംഗം തുടങ്ങിയ കലാപരിപാടികൾ നടന്നു. സ്റ്റേറ്റ് ടാലന്റ് മീറ്റിൽ 8-ാം ക്ലാസ് വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ സുൽത്താന ഖാത്തൂൻ, തബസും ഖാത്തൂൻ എന്നിവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുമുള്ള സമ്മാനദാനവും നടത്തി. ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയ ഈസ്റ്റ് UPS പെരിഞ്ഞനം, AM UPS പാപ്പിനിവട്ടം എന്നീ വിദ്യാലയങ്ങളിലെ ഉറുദു വിദ്യാർത്ഥികളും സംബന്ധിച്ചു. BRC മതിലകം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സിജിമോൾ പദ്ധതി വിശദീകരിച്ചു. പ്രധാന അധ്യാപിക B ബീന, പെരിഞ്ഞനം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK അബ്ദുൽ നാസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹേമലത രാജകുട്ടൻ, തനിമ കലാസാഹിത്യവേദി മതിലകം ചാപ്റ്റർ പ്രസിഡന്റ് നവാബ് കോവിലകത്ത്, പ്രിൻസിപ്പൽ ഇൻചാർജ് AD ദിദി, പഞ്ചായത്ത് മെമ്പർ ഇസ്ഹാഖ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിഷാദ്, മുസമിൽ ബഷീർ, റഷീദ് മതിലകത്ത് എന്നിവർ ഗസൽ ആലപിച്ചു. വിദ്യാലയത്തിലെ ഗസൽ ഉറുദു ക്ലബ്ബ് പ്രസിഡന്റ് വിജിതൻ സംസാരിച്ചു. എക്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് എന്ന സ്ഥാപനത്തിന്റെ 5-ാം വാർഷികാഘോഷം കയ്പമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ആ അസമത്വത്തിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് സാമ്പത്തികമായി പുരുഷനോടൊപ്പം അല്ലെങ്കിൽ ഒരു വരുമാനമുണ്ടാക്കുന്ന ആൾ എന്ന നിലയിൽ വനിതകൾ വരാത്തതാണ്. നമ്മൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലും പണ്ട് കാലത്തെന്ന് പരിശോധിച്ചാൽ സ്ത്രീകൾ എത്രമാത്രം പിന്നിലായിരുന്നു എന്ന് കാണാൻ കഴിയും. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ, ആശാവർക്കർമാർ, ജനപ്രതിനിധികൾ, ഇനി അധ്യാപകർ ഉൾപ്പെടെ ഒക്കെ നോക്കിയാൽ ഏകദേശം 95% സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. എന്താ പറയുക, വലിയ ആശാവകമായിട്ടുള്ളൊരു പുരോഗതിയാണ് ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും.
എന്നാൽ അതുകൊണ്ട് മാത്രം നിൽക്കില്ല എന്ന് നമ്മൾ വീണ്ടും പഠിക്കുക. പോരാ, നമുക്ക് കുറേ കൂടി മുമ്പോട്ട് പോകണം. വീട്ടിൽ അച്ഛനോടൊപ്പം ഭർത്താവിനോടൊപ്പം തൊഴിൽ കൊണ്ട് സമ്പത്തുള്ളവരായിട്ട് നമ്മൾ മാറ്റണം. അങ്ങനെ മാറ്റാനാണ് നിങ്ങളുടെ കൂടെ ആരുള്ളത്? എക്സൽ ഉള്ളത് അല്ല. നിങ്ങൾ പലതരത്തിലുള്ള മാർഗങ്ങൾ ഇതിനെടുക്കുകയാണ്. എക്സൽ പ്രിൻസിപ്പൽ ടി.എസ്. നജീബ് അധ്യക്ഷനായി. സിനിമാ താരം വർഷ പ്രസാദ് മുഖ്യാതിഥിയായി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പി.എ. ഇസ്ഹാഖ്, പി.എച്ച്. അബ്ദുള്ള, മണി ഉല്ലാസ്, വി.ബി. ഷെഫീഖ്, അധ്യാപകരായ ഷാഹിദ ഹംസ, ഷിജി മനോജ്, സ്വാതി ദിലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ ഫാഷൻ ഷോ, എക്സ്പോ, വിവിധ കലാപരിപാടികളും അരങ്ങേറി. കയ്പമംഗലം കുരുട്ടിപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, കലശാഭിഷേകം, പ്രഭാതശീവേലി, മുത്തപ്പന് കളം, വിഷ്ണുമായിക്ക് രൂപക്കളം, ഭുവനേശ്വരിക്ക് രൂപക്കളം, കൂട്ടിയെഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, നാദസ്വര കച്ചേരി, അത്താഴപൂജ, തായമ്പക, ഗുരുതിതർപ്പണം, രാത്രി എഴുന്നള്ളിപ്പ്, മംഗളപൂജ എന്നിവ നടത്തി. ക്ഷേത്രം ശാന്തിമാരായ ആനന്ദൻ, അഖിലേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വർഷങ്ങളായി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാദസ്വരം വായിക്കുന്ന നാദസ്വര വിദ്വാൻ ഉണ്ണി പെരിഞ്ഞനത്തിനെയും മേളവിദ്വാൻ ഉണ്ണി എസ് എൻ പുരത്തിനെയും ക്ഷേത്രം കമ്മിറ്റി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൂരിക്കുഴി സലഫി മദ്രസ വിദ്യാർത്ഥികൾക്കായുള്ള സ്പോർട്സ് മീറ്റ് 2023 ഹിറ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ ആർ ഗോകുൽ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പരിപാടി തന്നെ പങ്കെടുക്കുവാനും ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും
തോന്നുന്നുണ്ട്. നമ്മുടെ ഈ കായിക രംഗം തന്നെ നമ്മളുള്ള പ്രതീക്ഷകൾക്കൊപ്പം വളരുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് സാമ്പത്തിക ശേഷിയാണ്. കുട്ടികൾക്ക് ഒന്ന് പരിശീലിക്കാൻ വേണ്ടി നല്ല ഗ്രൗണ്ട്, അല്ലെങ്കിൽ നല്ല അധ്യാപകർ, അല്ലെങ്കിൽ നല്ല അതിനുള്ള അനുസരിച്ചുള്ള ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാന കാരണം. ജീവിത പ്രാരാബ്ദങ്ങളും അതിനുള്ള മറ്റുള്ള ഒരു കാരണമാണ്. മദ്രസ സെക്രട്ടറി കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. PA റോഷൻ, നൂറുദ്ദീൻ അന്താരത്തറ എന്നിവർ വിശിഷ്ടാതിഥികളായി. KNM ട്രഷറർ PA ഹംസു, PK അബ്ദുൽ ലത്തീഫ്, PM അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് OS നഫീസ, സബിത, ഫാത്തിമ നസ്രീൻ, നസീബ, പ്രധാനാധ്യാപകൻ TA തൊയ്യബ്, PTA വൈസ് പ്രസിഡന്റ് PM അക്ബർ അലി എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പാൽ പരിശോധന കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകൻ KS ഉണ്ണികൃഷ്ണന് യാത്രയയപ്പ് നൽകി. തൃശൂർ പൂരം കൂടുതൽ പ്രൗഢിയോടെയും വിപുലമായും നടത്താൻ തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.